കാഷ്ലെസ് പ്ലേസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നെതറിൽ കയറണം, അന്നത്തെ പണി. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അൺബ്രേക്കിംഗ് 3ഉം എഫിഷ്യൻസി 2 ഉള്ളൊരിത് കിട്ടീനു. അതിൻ്റെ ഇത് പോക്കി ഞാൻ എഫിഷ്യൻസി 1 ആക്കി. ഞാൻ കുറച്ച് നേരം ഫിഷിങ് ചെയ്യാനും ഇതൊന്ന് നെതറിൽ കയറണം. അതിൻ്റെ സേഫ്റ്റി ഫസ്റ്റാണ്. ഞാൻ ഇതൊന്നും കൊണ്ട് ഇവിടെ വെക്കട്ടെ. എഫിഷ്യൻസി 2 ഉള്ളത് ഏതാ? ഇതും കൂടി ഡയമണ്ടൊക്കെ പരമാവധി ഇൻവെൻ്ററി സോൾവ് ചെയ്തിട്ടേ കയറും, അല്ലാണ്ട് പണി കിട്ടും നമുക്ക്. ഇത് ഞാനാണ്, എന്നെ വിശ്വസിക്കാൻ കൊള്ളൂല. ബെഡൊക്കെ കയ്യിൽ നിന്ന് മാറ്റിയേക്കണം, അല്ലെങ്കിൽ നൈറ്റാന്ന് പറഞ്ഞ് ഞാൻ കടന്നുറങ്ങും. ഇതൊക്കെ ഇൻവെൻ്ററി പരമാവധി സോൾവ് ചെയ്യാം. ഫുഡ് ഷുഗർ കെയിന് ഫുഡാണ്. ഇത് കണ്ടിലേക്ക് വെച്ച് ഇത്രയും ടോർച്ച് എടുക്കാത്ത നമ്മുടെ വാല്യുബിൾ പെട്ടിയിലേക്ക് എടുത്ത് വെക്കുക. എല്ലാം വെക്കുക. ഇത്ര ഒന്നും വേണ്ട, പകുതി മതി. എൻ്റെ ഡയമണ്ട് പിക്കാസ് ഒന്നുകൂടി എടുക്കണം ഗൈസ്. ചെറിയൊരു ഫോട്ടോ തന്നെ എനിക്ക് അതിന് ഒരു ഇതിൻ്റെ കൂടി ആവശ്യമുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. ഒന്ന് സാധാരണ നമ്മൾ ഒന്ന് നെതർ പോർട്ടലുണ്ടാക്കി കയറുന്നതേ ഉള്ളൂ. ഞാൻ അതാക്കി നമ്മുടെ ഇത്ര കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഒരു ബ്ലോക്കിൻ്റെ കൂടി ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഞാൻ ഒന്നുകൂടി പോട്ടെ അവിടെ മൈനിങ്ങിന്. ഇനി ഞാൻ പോയൊരു ഒന്നുകൂടി ഞാൻ കളക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. ഗായ്സ്, ഇന്ന് പൗർണമിയാണ്. അത് നോക്കി എൻ്റെ ചെസ്റ്റർ ബാഗ് കാണുന്നില്ല. അതെന്തേതും പരിപാടിയാണ്. സാധാരണ കാണാനുണ്ടായില്ലെന്നോ. ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഡെക്കറേറ്റും കൂടി ചെയ്തേക്കണം. അതിന് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിടുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഗായ്സ്, ഞാൻ ആവശ്യമുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് ഒപ്പിച്ചിക്കണ്. ആദ്യം ഇതൊന്ന് പെട്ടിയിൽ കൊണ്ട് വെക്കട്ടെ. റീപ്ലേസ് ചെയ്ത് പോയത് നമുക്ക് ഇതും കൂടി കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ അത് പണി ഞങ്ങൾ തീർന്നു കിട്ടില്ല. അതാണ് പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വന്നാൽ മതി. ഞാൻ സ്പ്രൂസ് എടുത്ത് സ്പ്രൂസ് എനക്കട്ടെ. സ്പ്രൂസ് ഇങ്ങനെ വെക്കുക. എൻ്റെ ഇതില്ലേ, ഇത് ഇവിടെ ചെയറുണ്ടായിരുന്നല്ലോ, അതെടുത്തതാ ഇവിടെ, ഇതെടുത്തതാ ഇവിടെ. ഇനി നമ്മൾ ചെറി ബ്ലോസം ഇതെടുത്ത് ഉപ്പഴ ചാവും. ഞാൻ ഹാർട്ട് നോക്കുന്നില്ല, കൊടുത്തങ്ങ് ചാടിക്കൂടുക. ഇനി ഒരു വട്ടം കൂടി ചാടി ഡാമേജ് അടിച്ചാൽ ഡെഡ് ബോഡി ആവും. നോക്കിയും കണ്ടു ചെയ്യാം. ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് മാറിപ്പോയി വെച്ച് റെഡി. ഞാൻ ഇമ്പാടി അതുപോലെ ചെയ്യണം. താത്തൊക്കെ റീച്ച് ആവൂലല്ലേ. മാറിപ്പോയി വെച്ച് ഇതിനുള്ളിൽ കൂടി ആരും ഇറങ്ങി വരുമൊന്നുമില്ലായിരിക്കും. ഫിനാസ്റ്റീൽ ഉപയോഗിച്ച് ചെയ്യണം. നിൽക്കുക. പോണ് ക്ലിച്ച് അടിക്കുന്നുണ്ടല്ലോ. ക്ലിച്ചുണ്ട്. ഇനി വട. ഇനി ഇതിൻ്റെ ചുറ്റിലും കൂടിയും നല്ല മഴ ക്ലിച്ചടിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയൂല, എന്നാലും എന്നാലും ക്ലിച്ചുണ്ട്. ഉള്ള വുഡും ഒക്കെ വെച്ച് ഞാൻ ചെറുത് മോഡലിൽ ഒന്ന് ഞാൻ ഡെക്കറേറ്റ് റെഡിയായില്ല. ആടൊന്നുമില്ല പട. പിന്നെ ഇതങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് നമുക്ക് ഇതങ്ങോട്ട് വെച്ച് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചോളിയാം.
ഞാൻ എന്തിയാ സ്ലാബ് എടുത്താൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഓ ക്ലിച്ച് 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 കണ്ട 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 ക്ലിച്ചുണ്ട്. ആ കുഴപ്പമില്ല, ചെറിയൊരു മോഡിൽ ഡെക്കറേറ്റൊക്കെ അയക്കുന്നു. അങ്ങനൊക്കെ മതി. അതാണെങ്കിൽ ഫ്യൂച്ചറിൽ നന്നാക്കാം. ഞാനൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കട്ടെ. ഇതൊക്കെ നമുക്ക് ഉള്ളിൽ കയറ്റിയേക്കുക. എന്തൊക്കെ സംഭവിക്കുന്നത്? ചിലപ്പോൾ നെതറിൽ വെച്ച് ക്ലിച്ചായാൽ പിന്നെ തീർന്ന് എല്ലാം പോവും. ഇതൊക്കെ ഞാൻ വെറുതെ അപ്പോൾ എടുത്ത് വെച്ചതാണ്. പരമാവധി സാധനങ്ങൾ കുറച്ചിട്ട് പോവാം. ഇതൊക്കെ തൽക്കാലത്തിന് ഇപ്പോൾ അടക്കട്ടെ. ഇത്ര സാധനങ്ങൾ എടുക്കുന്നുള്ളൂ. കുറച്ച് തോന്നെ ബിൽഡിംഗ് ബ്ലോക്കും എടുക്കാം, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോറിങ്ങിനായിട്ട്. നല്ലൊരു ബയോമ സ്പോണായാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഫ്ലിൻ്റ് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നെതറിൽ പോകുമ്പോൾ എപ്പോഴും ഒരു ഫ്ലിൻ്റ് കൈ പിടിക്കണം. ചിലർ കാണാൻ ഫ്ലിൻ്റ് നമ്മൾ നെതർ കട്ടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നത്. ഒരിക്കലും ചെയ്യരുത്, അത് പൊട്ടത്തരാം. കാരണം ഇത് ഗാസ്റ്റൊക്കെ ഉള്ള സ്ഥലമാണ്. അഥവാ നമ്മളെ നേർക്ക് അങ്ങ് വിട്ടാൽ പിന്നെ നെത് പൊട്ടിപ്പോവും. പിന്നെ പണി ഞങ്ങൾക്ക് തിരിച്ച് കയറാൻ കുറച്ച് ഗോൾഡ് ലെഗിന്നും ഉണ്ടാക്കട്ടെ. ഞാൻ അതാണ് സ്മെൽറ്റ് ആകുമ്പോഴേക്കും എൻ്റെ കാലയുടെ പോയി. കാശ് ക്ലിച്ചടിച്ചിൻ്റെ പാതി കാണുന്നില്ല. ആയി ഞാൻ ആർമർ ഇട്ടിക്കണോ? ആർമറൊക്കെ എത്തിക്കണ്. എന്താ സംഭവം? ക്ലിച്ചടിച്ചതാ ക്ലിച്ചടിച്ചതായിരിക്കും. ഇതൊന്നെനിക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ പുറത്തേക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്നു ഗൈസ്. ആവശ്യത്തിന് കൂടുതൽ കുറേ അങ്ങ് ഉണ്ടാക്കുന്നൊന്നുമില്ല. ഇതുണ്ടാക്കാം. എന്നാൽ പിന്നെ ഐറ്റിങ്ങളെ ശല്യം പോയി കിട്ടും. കുറച്ച് നമുക്കൊരു സേഫ്റ്റിക്ക്, അഥവാ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് തെരഞ്ഞു കൊടുത്താൽ മതി. പോലെ ശ്രദ്ധ മാറിപ്പോയിക്കോളും. അത് മുടിച്ചേക്കുന്നു. നല്ലൊരു ബസാൾട്ട് ആവാണ്ടെന്നാൽ മതി. സോൾസാലാണെങ്കിൽ കുഴപ്പമില്ല, ബസാൾട്ട് ആവാണ്ടെന്നാൽ മതി. ഈ ഒരു പാത്തും ഇങ്ങോട്ടേക്ക് ഇടണമല്ലോ. പാത്തും ഇട്ടിക്കണം. കത്തിച്ച് നോക്കാം. കത്തിച്ച് കയറി നോക്കും നമ്മൾ. നല്ലൊരു സ്ഥലത്ത് സ്പോണായാൽ മതി. ഇനി അലമ്പ സ്ഥലമാണെങ്കിൽ ഞാൻ ഇപ്പം ഇട്ടച്ച് പോവും. നോക്കട്ടെ. ഇവാ എന്താ ലക്ക് ഗൈസ്, ഞാൻ പറഞ്ഞത് എനിക്ക് കിട്ടിയല്ലോ. ബലൂൺ വെച്ച ഇവിടെ എവിടെ ബലൂൺ ഉണ്ട് ഗൈസ്. ഭാഗ്യം, നല്ല ഭാഗ്യം ഉണ്ട് എനിക്ക്. പെട്ടെന്ന് ഇതൊന്ന് സേഫായി ഇയാളുടെ. പെട്ടെന്ന് നമ്മൾ സേഫാക്കുക, അല്ലെങ്കിൽ പണി വേറെ കിട്ടും. ബലൂണൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ മെയിനായി കുറച്ച് നെതർ ഹബ്ബൊക്കെ ഉണ്ടാക്കണം നമുക്ക് ഫ്യൂച്ചറിൽ. പരമാവധി സേഫാക്കിക്കണം നമ്മുടെ. അല്ലാണ്ട് മനുഷ്യന് അങ്ങോട്ട് വാടാ കയറാനാവുമോ? കയറാനായാൽ കുടുങ്ങി ഗൈസ്. ഞാൻ പിന്നെ വെറുതെ വിളിച്ചതാടാ. പോടാ ഓനെണ്ണടി. ഇതെന്താ കുടുംബസമ്മേളനം വന്നതാ? കുടുംബസമ്മേളനം വന്നതായിട്ട് നിങ്ങൾ. വാ വേം വരി. പമ്പരം കറങ്ങാണ്ട് അങ്ങോട്ട് വാടാ.
അതി എല്ലാ കുടുംബസമയം വിളിച്ചു വാ, എല്ലാവരും വിളിച്ചു വാ. ഈ മാത്രം വരില്ലേ? അതാ രണ്ടാം താളും മുത്തി. ഓനും ഡ്രോപ്പ് ചെയ്തില്ല. എനിക്ക് വേറെ നിന്ന് എൻ്റർപ്രൈളൊക്കെ ഒപ്പിക്കാൻ സിമ്പിളാണ് ഗൈസ്. അത് വേറെ നിന്ന് കുറച്ച് നേരം ഇതിനുള്ള ദേഷ്യം ആദ്യം തീർക്കണം. അല്ലെങ്കിൽ എന്നെ ഞാൻ വേണം പണിയെടുക്കുമ്പോൾ നോക്കിയില്ല. ഞാൻ പാവാ താഴത്തേക്ക് നോക്കി നടക്കണം ഗൈസ്. ഇവിടെ തന്നെ ഉള്ളൂ. നോക്കിയും കൊണ്ടും പോവുക. നോക്കി നോക്കുക. ഞാൻ ബലൂണിനൊക്കെ കാണാം. ഒച്ച കേൾക്കുന്നു. എന്നാ പിടി ട്രൈഡ് എടുക്കണേ. ട്രൈഡിങ് എടുക്ക്. ബലൂൺ അതാ ബലൂണ്. അതിന് ബലൂൺ ഓടിച്ച് ആരോ ബലൂൺ ഓടിച്ച് ഞാൻ ഇവിടെ എന്തേലും ഒരു പെട്ടി കാണുന്നത് ഞാൻ നോക്കുക. നമ്മൾ നെതർ പൂട്ടിൽ പെട്ടിന്ന് നെതർ പോത്തിൽ എന്താത്താളുള്ളത്? ഗോൾഡ് ആപ്പിൾ അതിനടുത്ത് ഇതിനടുത്ത് ഒബ്സിഡിയൻ അൺബ്രേക്കിങ്ങോ എന്നാ തന്നെ അല്ലേ മാറ്റിയിടാം. ബലൂണെ ഞാൻ പാവാണ്. പോണ ബലൂണെ മനുഷ്യന്മാർ ജീവിച്ച് പൊക്കോട്ടെ. ആ ബലൂണൊക്കെ എന്തിൻ്റെ കേട്? ഞങ്ങൾ ചോദിച്ചു നോക്കി. അല്ല പിന്നെ നമ്മളെ ചൊറിയാൻ വരിക. ഗോൾഡ് ബ്ലോക്കും കൂടി ഇവിടെ നിന്ന് അടിച്ചു മാറ്റാം. നീങ്ങുക. കറി ഇതും കൂടി ഇതാക്കുക. ഇത് കയ്യിൽ പിടിക്കുക ഗൈസ്. അത് ഏറ്റവും നല്ലതാണ്. അഥവാ ലാവയിലൊക്കെ നമ്മൾ വീണാൽ റൈഡ് അടിക്കി. ഇങ്ങനത്തെ എടുക്കാത്ത ഗൈസ്. ഞാൻ ഓടി. ഇന്നോനെ വെറുതെ വന്ന് ചൊറിയുന്നു ഗൈസ്. ഞാൻ പാവാണ്. ജീവിച്ച് പൊക്കോട്ടെ. ടെലപ്പോട്ട് അടിച്ച് കളിക്കുന്നുണ്ട്. ചത്ത് ആദ്യത്തെ മരണവും. ആളെ ഇത് കൂടുതൽ ദൂരമല്ല. നമ്മൾ പെട്ടെന്ന് ഓടിച്ചൊന്ന് എടുക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ കൂടുതൽ ദൂരത്തേക്കൊന്നും പോയില്ല. ശ്രദ്ധിച്ചും കണ്ടാ കളിച്ച്. പെട്ടെന്ന് കയറുക. ഞാൻ വിചാരിച്ച ഭയമ്പോൾ തന്നെ നമ്മൾ എത്തിപ്പെട്ട് അതിലൊരു സന്തോഷമുണ്ട്. അതിൻ്റെ അപ്പുറത്താ ഡെഡ് ബോഡിയായി. എല്ലാം ഡീസ്പോൺ ആവാണ്ട് എല്ലാം ഒറ്റടിച്ച് കിട്ടണേ. ബലൂണെ ഞാൻ ജീവിച്ച് പൊക്കോട്ടെ. ഇതാ വെടി വെച്ച് വെടിയും വെച്ചാടേ. ഇതടുത്ത് കൈ പിടിക്കട്ടെ. മനുഷ്യന് എൻ്റർപോളും കൈ പിടിച്ച് ആവശ്യമുള്ളതൊക്കെ കൈ പിടിച്ചിട്ട് പോവാം. അല്ലാണ്ട് നമ്മൾ ഡെഡ് ബോഡിൻ്റെ ഞാനൊരു ചെസ്റ്റർ പാക്ക് കൊടുത്ത് വാരി വലിച്ചിട്ടില്ല കഴിക്കും. എനിക്കറിയില്ല ഇത് എന്തേതാണ് ഇങ്ങനെ സ്കിന്ന് കാണിക്കുന്നതെന്ന്. ഇതെന്താ എടുക്കാണ്ട് എത്ര കുറച്ച് ബ്ലോക്കും കൈ പിടിക്കുക. ഷവലൊന്നും ഇപ്പം വേണ്ട. ഇത് മതി. നമുക്ക് ഇത്ര ഇത് മതി. എൻ്റെ ഗോഡമ്പൂട്ട് ഇട്ടില്ലേ? ഇട്ടില്ലേ വേറെ പണി കിട്ടുട്ടോ. ഞാൻ കുറച്ച് എൻ്റർപ്രൈൾ ഒപ്പിച്ചാലോ? അത് വേണ്ടല്ലേ. പക്ഷെ അല്ലാണ്ട് എൻ്റെ ഗോൾഡ് കിട്ടിയണോ? ഗോൾഡ് ഡീസ്പോൺ ആയിപ്പോയി. അതെന്ത് പറ്റി? ഞാൻ അതിനൊക്കെ തപ്പിപ്പിടിച്ചു. ഇല്ല ഞാൻ പാവാണ്. ഞാൻ ജീവിച്ച് പൊക്കോട്ടെ. പോടായിരുന്നു. ഇവൻ ബോഡി സ്പൂണാവുന്നു. ഇപ്പോൾ ലാവൽ നോക്കുനാൽ ഇവിടെ പറ്റിയ പിഗ്ലിങ് ഇല്ലാത്ത എന്താ? അജികളെന്താ ഇത് ട്രേഡിങ് എടുക്കാത്ത? ഞാൻ ഇട്ടുകൊടുത്തിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എനിക്ക് പേടിയാ. ഉപ്പ വീടനെ വീടില്ലെങ്കിൽ ഇപ്പം എന്തിന് പറ്റിയായിരുന്നു?
കുറച്ച് ഈറ്റാൽ ഒപ്പിച്ചാലോ? എൻട്രിപ്പുകൾ ആവശ്യപ്പല്ലേ? ആവശ്യം വരുമ്പോൾ നമുക്ക് ഒപ്പിക്കുക. കാരണം ഇവിടെ കൂടുതൽ കുറേ എൻഡർമാന്മാരുണ്ട്. ഇവിടെ പിഗ്ലിനില്ല. പിഗ്ലിന് അതാ ഇവിടെ സോഡും പിടിക്കുന്നവനല്ലേ? എടാ ഈ ട്രേഡ് എടുക്കടാ. ട്രേഡിങ് ഇതല്ല ഇത്. അതെന്തോരം എടുക്കാത്തത്? ക്ലിച്ച് അടിച്ചിട്ടാണോ? അറിയൂല. ഇതവിടെ വേറൊരുത്തുണ്ട്. ഓനെ കൈക്ക് ഇട്ട് കൊടുക്കണോ അഥവാ? നോക്കട്ടെ. എന്നാ പിടി എന്നാ. നിങ്ങളത് എടുക്കുന്നില്ല, എന്തേത്താ അറിയൂല. എഫിഷ്യൻസിക്ക് എത്ര പവർ ഉണ്ട് നോക്കിയാലോ ഗൈസ്. വലിയ സ്പീഡൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഈ ബലൂണിനാണ് എനിക്ക് പേടി. വേറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചത്ത് അതുപോലെ ഇവിടെ ഞാൻ ജീവിച്ച് പൊക്കോട്ടെ. ഞാൻ നാളെ പില്ലർ ചെയ്ത് നോക്കട്ടാ. PvP ഒന്നും നിന്നെ കൊണ്ട് കളിക്കാനാവില്ല. നമ്മക്കൂടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ച് പോകുന്ന പരിപാടിയില്ലേ, അത് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാനും. അത് അവൻ എഴുന്നൊക്കെ തടിക്കുന്നത് പൂടായിരുന്നു. ഞാനൊന്ന് ജീവിച്ച് പൊക്കോട്ടെ. ഈറ്റിങ്ങൾ ഇത് ഇഷ്ടം പോട്ടിലേടാ ഉള്ളത്. അതാ ഓയ് പരമാവധി സേഫാക്കിക്കണം. ഇവിടെ നമുക്ക് എൻഡർമാന്മാരൊക്കെ വരുന്ന കൊല്ലാം. നമ്മൾ ഇവിടെയൊക്കെ എത്തി. ഇവിടെ എത്തിയപ്പോൾ അപ്പോഴൊന്ന് സമാധാനമായി. ഇവിടെ ഇത് വളർന്നു. നമുക്കൊന്ന് ഇത് എടുക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷേ എൻഡർപ്പോൾ ഇറങ്ങി നോക്കിയാലോ? വെള്ളത്തിൽ മേലെ കട പിഷ്കൂ. വെള്ളത്തിനുള്ളെത്തി. അവർക്ക് കുറച്ച് ഫുഡ് കഴിച്ചാൽ നമുക്ക് അങ്ങോട്ടേക്കും പോവാം. ലൈഫ് ഹീറ്റായി നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ അറിയായി. ഒരു ലൈഫ് ഒരാട്ടും കൂടി, ഒന്നുകൂടി പകുതിയും കൂടി എറിഞ്ഞ് ആയാന്നില്ല. നല്ല സുഖം, നല്ല സുഖമുണ്ടല്ലോ. ക്ലിച്ച് വീണ്ടും തുടങ്ങിയേ. രക്ഷപ്പെട്ട് മഴയും തുടങ്ങി. എന്നാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ഒക്കെ. ഇതെന്താ സ്കിന്നിന് പറ്റിയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കിയാലോ? നാളെ നടുട്ട് നമ്മുടെ പോസ്റ്ററായി. ഞാനിവിടെ പോസ്റ്ററായല്ലോ.